മോഹൻലാൽ ആരാധകർക്കും മലയാള സിനിമാ പ്രേക്ഷകർക്കും ആവേശം വാരിവിതറാൻ മോഹൻലാൽ എത്തുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ആവേശത്തോടു കൂടി തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തൂ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലും രേഖപ്പെടുത്തൂ. 2024 ആവേശത്തോടെ ഫഹദ് ഫാസിലെത്തി കേരള ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കിയെങ്കിൽ 2025 കേരള ബോക്സ് ഓഫീസിനെ തകർത്തെറിയാൻ മോഹൻലാൽ എത്തുകയാണ്. മോഹൻലാലും ജിത്തു മാധവനും ഒന്നിക്കുന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചെന്നാണ് അറിയാൻ കഴിയുന്നത്. രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു മാധവൻ ഒരുക്കുന്ന ചിത്രമാണിത്. മോഹൻലാലും ജിത്തു മാധവനും ഒന്നിക്കുമ്പോൾ ആവേശവും രോമാഞ്ചവും തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ചലനത്തെക്കാൾ അതിൽ ഒരു പിടി കൂടും ഈ ചിത്രം എന്നുള്ളത് ഇപ്പോൾ തന്നെ ഉറപ്പാണ്. കാരണം മോഹൻലാലാണ് എത്തുന്നത്. മോഹൻലാൽ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഗുണ്ടയായിട്ടാണ് ചിത്രത്തിൽ എത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം രംഗണ്ണനും ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. ജിത്തു മാധവിൻ്റെ 2 സിനിമകളും ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഇനി മൂന്നാമത് ഇറങ്ങുന്നതും അതേ ജോണറിൽ തന്നെ ഒരു മാസ് ആക്ഷൻ മൂവി ആയിട്ടാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത്. ത്രൂ ഔട്ട് കോമഡി, ആക്ഷൻ, മാസ് മൂവിയാണെങ്കിൽ മോഹൻലാൽ തകർക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. മോഹൻലാൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയും ഈ ചിത്രം നൽകും എന്നുറപ്പാണ്. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ മോഹൻലാൽ തന്നെയാണ് തൻ്റെ അടുത്ത സിനിമ ജിത്തു മാധവനോടൊപ്പമായിരിക്കുമെന്ന് വെളിപ്പെടുത്തിയത്. അപ്പോൾ തന്നെ ആവശ്യത്തിലായി മോഹൻലാൽ ആരാധകർ. മമ്മൂട്ടിയും മോഹൻലാലും മഹേഷ് നാരായണനും ഒന്നിക്കുന്ന ചിത്രത്തിന് ശേഷമായിരിക്കും ഈ പ്രൊജക്റ്റ് നടക്കുക. 2025 ലാസ്റ്റ് മാസമായിരിക്കും ചിത്രം റിലീസിനെത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. മോഹൻലാലും ഫഹദ് ഫാസിലും ജിത്തു മാധവനും ഒന്നിക്കുമോ ഈ ചിത്രത്തിൽ? അങ്ങനെയെങ്കിൽ തിയേറ്ററിൽ നിന്ന് കത്തും, അത് ഉറപ്പാണ്. മോഹൻലാലിലെ ഇതുപോലുള്ള ഒരു വേഷത്തിനായി മോഹൻലാൽ ആരാധകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്നു. ചോട്ടാ മുംബൈ പോലെയുള്ള ഒരു ക്യാരക്ടർ കിട്ടാൻ അദ്ദേഹവും കാത്തിരിക്കുന്നുണ്ടാകും. ജിത്തു മാധവന്റെ കൈകളിൽ മോഹൻലാലിനെ കിട്ടുമ്പോൾ അതുപോലൊരു മാസ് ആക്ഷൻ കോമഡി ചിത്രമാണ് മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർ ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നുണ്ട്? കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ.